ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പേപ്പർ കൊളാഷ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനായി 2 കളർ പേപ്പറുകൾ എടുത്തിട്ടുണ്ട്. കളർ പേപ്പറുകൾ ഇപ്പോൾ ഷോപ്പുകളിൽ പാക്കറ്റായും അല്ലാതെയും കിട്ടുന്നുണ്ട്. കൊളാഷ് ചെയ്യാനായി ആദ്യമായി ഇതിനെ സ്മോൾ പീസസായി കട്ട് ചെയ്യുക. ആദ്യം തന്നെ കളർ പേപ്പർ പീസസ് റെഡിയാക്കി വെച്ചാൽ വർക്ക് കുറച്ചുകൂടി ഈസി ആവും. ഇനി കൊളാഷ് ചെയ്യാൻ പോകുന്ന സ്പേസിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനു മുമ്പായി ഞാൻ പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് ഔട്ട്ലൈൻ സ്കെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഒരു പെൻസിലോ പേനയോ എടുത്ത് ഗ്ലൂവിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം കളർ പേപ്പർ ഇതുപോലെ തൊട്ടെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? നമ്മുടെ കയ്യിൽ ഗ്ലൂ ഒട്ടിപ്പിടിക്കില്ല. കുട്ടികൾക്കൊക്കെ കൊളാഷ് വർക്ക് കൊടുക്കാൻ മടിക്കുന്ന അമ്മമാരുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ പഠിപ്പിക്കും. അവധി ദിവസങ്ങളിൽ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് കളർ പേപ്പറുകളും ഗ്ലൂവും വാങ്ങിക്കൊടുക്കും. പശ കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്നും ഡ്രസ്സൊക്കെ വൃത്തികേടാക്കുമെന്നുമുള്ള ഭയമേ വേണ്ട. അവരെന്തുമാത്രം സന്തോഷത്തോടെ ചെയ്യുമെന്നോ. വരയ്ക്കാൻ കഴിവില്ലാത്ത കുട്ടികളാണെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് വരപ്പിക്കാം. ഞാനീ പറയുന്നത് കേട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ കുട്ടികൾക്ക് മാത്രമുള്ളതാണോ എന്ന്. പേപ്പർ കൊളാഷ് അങ്ങനല്ല കേട്ടോ, മുതിർന്നവർക്കും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു വിനോദമാണിത്. അങ്ങനെ ഒരു പോട്ട് ചെയ്തതിന് ശേഷം അതിൽ 1 or 2 ഫ്ലവേഴ്സ് കൂടി ചെയ്ത് നോക്കൂ. ഒരു കുഞ്ഞു ഫ്രെയിം കൂടി ചെയ്താൽ സ്വീകരണ മുറിക്ക് ഒരു അലങ്കാരവുമായി. സ്കൂളുകളിലും കോളേജുകളിലും കലോത്സവങ്ങളിൽ പേപ്പർ കൊളാഷ് കോമ്പറ്റീഷൻ ഉണ്ടാകാറുണ്ട്. അവിടെയൊക്കെ കയ്യിൽ ഗ്ലൂ ഒട്ടിപ്പിടിക്കുന്നതിനാൽ ഒട്ടിച്ച പേപ്പർ തിരികെ കയ്യിലേക്ക് അടർന്നു വരുന്നത് ഒരു വലിയ പ്രശ്നമായും അത് കാരണം കൈ കഴുകിക്കൊണ്ടിരിക്കേണ്ടി വരികയും സമയം തികയാതെ വരികയും കൃത്യസമയത്ത് വർക്ക് പൂർത്തിയാക്കി സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് സങ്കടം പറയുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ഉദ്ദേശിച്ച സൃഷ്ടി കൃത്യസമയത്ത് തീർത്ത് സന്തോഷത്തോടെ മത്സരവേദിയിൽ നിന്ന് ഇറങ്ങാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇന്നു മുതൽ പേപ്പർ കൊളാഷ് ഇങ്ങനെ ചെയ്ത് ശീലിക്കുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ഇത്തരത്തിലുള്ളവയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.